സാധാരണ ഭാര്യയും ഭർത്താവുമാണ് ഒരു വീട്ടിൽ താമസിക്കുക. ഇവിടെ ഇപ്പോൾ അമ്മായിമ്മയും മരുമകനും കൂടിയാണ് ഒരു വീട്ടിൽ ഒന്നിച്ച് വർഷങ്ങളായി താമസിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ഓർക്കും. ഈ ഭാര്യയൊക്കെ എവിടെ പോയി? എന്തായാലും നമുക്കിന്ന് സൂരജിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സൂരജ്. യഥാർത്ഥ പേരല്ല. ഞാൻ 1 വർഷം മുമ്പാണ് വിവാഹിതനായത്. ഞങ്ങളുടേത് പ്രേമവിവാഹമായിരുന്നു. ഞാനും എൻ്റെ വൈഫും പണ്ട് മുതലേ, അതായത് +2 മുതലേ ഒന്നിച്ച് പഠിച്ചവരാണ്. പിന്നീട് അവൾ നേഴ്സിങ്ങിന് പോയി. ഞാൻ പ്രൈവറ്റ് മേഖലയിൽ നല്ലൊരു ജോലി നേടിയെടുത്തു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് പണ്ട് മുതലേ അവളെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ലെന്ന്. എങ്കിലും എൻ്റെ വീട്ടുകാർ ഒട്ടും സമ്മതിച്ചില്ല. പതിയെ പതിയെ ആ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് കരുതി. പക്ഷേ അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പണ്ടോട്ടെ ഇഷ്ടമാണ്. അവൾക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹത്തിന് ഒത്തിരി ഇഷ്ടമാണ്. +2 പഠിക്കും മുതലേ എന്നെ അവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. അമ്മായിമ്മയും അമ്മായിച്ചനും ആകുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. മകളുടെ പ്രണയത്തെ അവർ ഒരിക്കൽ പോലും എതിർത്തില്ല. ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറൊരിടത്തും, അവൾ നേഴ്സിങ്ങിനുമാണല്ലോ, എങ്കിലും അവൾ അവധിക്ക് വരുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. ആ സമയത്ത് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ എതിർത്താലും ഒരു പ്രശ്നവുമില്ല, നിനക്ക് ഞങ്ങൾ കൂട്ടുണ്ട്, എൻ്റെ മോളെ നീ തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഞാനും ഒരു പരിധിവരെയൊക്കെ കാത്തിരുന്നു. പിന്നെ എൻ്റെ വൈഫ് 2 വർഷം ബാംഗ്ലൂരിലായിരുന്നു. ഇടയ്ക്ക് വരും. അവൾക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ വേണം. വിദേശത്തേക്ക് പോകാനാണ് അവളുടെ പ്ലാൻ. അതിനെല്ലാം ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു. എനിക്ക് ജോലിയുണ്ടല്ലോ. 2 വർഷം കഴിഞ്ഞ് അവൾ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന്. എന്ത് ചെയ്താൽ അവർ സമ്മതിക്കില്ല. അങ്ങനെയായപ്പോൾ അമ്മായിച്ചനോടും അമ്മായിമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അമ്മായിച്ചൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മറ്റൊരു ജില്ലയിലാണ് പുള്ളി ഉള്ളത്. ഭാര്യയ്ക്ക് ഒരു സഹോദരനുണ്ട്. അവൻ മെയിൽ നേഴ്സാണ്. അവനും സെറ്റിൽഡാണ് കാനഡയിൽ. ഇവൾക്ക് ഓസ്ട്രേലിയയിൽ പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും അമ്മ പറഞ്ഞു, മോനെ ഇനിയിപ്പോൾ അവൾക്ക് വിദേശത്ത് പോകാൻ ട്രൈ ചെയ്യണം. ഇവൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കല്യാണം നടക്കണം. വീട്ടിൽ പറഞ്ഞു നോക്കൂ. ഞാൻ പറഞ്ഞതാണ്, സമ്മതിക്കുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, നീ അവിടുന്ന് ഇറങ്ങിപ്പോരെ, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാമെന്ന് പറഞ്ഞു. അമ്മായിമ്മയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അമ്മായിപ്പന് ഒരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം ചെറിയൊരു സെറ്റപ്പിൽ നടന്നത്. 50 പേർ മാത്രമേ വന്നുള്ളൂ. അങ്ങനെ ദാമ്പത്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ജാതീയമായ വേർതിരിവുകളുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പ്രവേശനമില്ല. അങ്ങോട്ട് ചെന്നാൽ ആരും സ്വീകരിക്കാനില്ല. അതുകൊണ്ട് അമ്മായിമ്മയുടെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടി വന്നു. പിന്നീട് എപ്പോഴെങ്കിലും നല്ലൊരു വീടോ മറ്റോ എടുത്ത് താമസം മാറാം. അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അത് നടക്കുകയാണെങ്കിൽ അങ്ങനെ പോകാം. എന്തായാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വീട്ടുകാരുമായിട്ടുള്ള എൻ്റെ ബന്ധം മുഴുവനും കട്ടായി. ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഞാനും ഭാര്യയും കല്യാണം കഴിച്ച് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ വലിയൊരു പ്രശ്നം നടന്നു. അതായത് അമ്മായിച്ചൻ്റെ ഒരു ബന്ധം അമ്മായിമ്മ ഫോണിൽ കൂടി കണ്ടുപിടിച്ചു. സാധാരണ അമ്മായിച്ചന് അമ്മായിമ്മ പേടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനൊരു ബന്ധം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അമ്മ അത് കണ്ടുപിടിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് പുറകെ പോയി ക്വസ്റ്റ്യൻ ചെയ്ത് അത് ആരാണ് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി വഴക്കുണ്ടാക്കുകയും ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മായിമ്മയ്ക്ക് വലിയൊരു ആഘാതമായത്. കാര്യം അവിടെ സുന്ദരിയും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയുമായിരുന്നു പങ്കാളിയായിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി അമ്മായിമ്മ വയലൻ്റായി ഇറങ്ങാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. അങ്ങനെ അമ്മായിച്ചൻ ആ വീട്ടിൽ നിന്ന് അയാളുടെ ജോലി സ്ഥലത്തേക്ക് മാറി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ഞാനും വൈഫും ഒക്കെ ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അമ്മായിപ്പൻ അവിടെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരികയില്ല. പിന്നെ എന്ത് ചെയ്യാനാ? വലിയ കേമി കളിച്ച് നടന്നിരുന്ന അമ്മായിമ്മയുടെ ഒരു വല്ലാത്ത പതനമായിരുന്നു ആ ഒരു സംഭവം. ഇത്രയും നാളും ഭർത്താവ് സ്വന്തം കാൽ കീഴിലാണെന്നാണ് പുള്ളിക്കാരി കരുതിയത്. അയാൾ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. അതുമാത്രമല്ല, വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണെന്നുള്ളത് അമ്മായിമ്മയ്ക്ക് അസൂയ കൂട്ടുകയും ചെയ്തു. ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, അതുകൊണ്ട് പല പരാതികൾക്കും പോകും എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഭാര്യ കൂടെ സമാധാനിപ്പിച്ചു. സാരമില്ല, അച്ഛൻ ആ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങ് വരും, അമ്മ
സമാധാനിക്കൂ, അച്ഛനെ ഇനി തിരക്കാനേ പോകണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ വൈഫിന് പെട്ടെന്ന് തന്നെ വിസയെല്ലാം റെഡിയായത്. അവൾ പിന്നീട് 2-3 മാസത്തിനപ്പുറം പോവുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് പിന്നീട് എൻ്റെ വിസ ശരിയാക്കാം, എനിക്കത് വലിയ പ്രശ്നമൊന്നുമല്ല. കാര്യം പണ്ട് മുതലേ അങ്ങനെ പറയുന്നതാണല്ലോ. അവൾ ഒന്ന് സെറ്റിലാകട്ടെ, പതുക്കെ മതിയല്ല. എനിക്കും ഇവിടെ നല്ല ജോലിയൊക്കെ ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ധർമ്മസങ്കടമായി. അമ്മായിമ്മയും ഞാനും മാത്രമായി. എനിക്കാണെങ്കിലും മാറി താമസിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല. ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ. നാട്ടുകാരെങ്കിലും ഇനി എന്തെങ്കിലും പറയുമോ എന്ന് എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. ഞാനത് എൻ്റെ ഭാര്യയോട് സൂചിപ്പിച്ചു. എടീ, നിൻ്റെ അമ്മയാണെങ്കിൽ പണ്ടേ ഇത്തിരി ഇളക്കക്കാരിയാണ്. കണ്ടു കഴിഞ്ഞാൽ അവർ ചെറുപ്പവുമാണ്. ഞാനും അമ്മയും കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഗോസിപ്പുകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെന്നേ, നിങ്ങളത് കാര്യമാക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്, മനസ്സമാധാനമുണ്ട്. അതിനിടയ്ക്ക് വെറുതെ കുളത്തിൽ കലിട്ട് നിങ്ങൾ കുളം കലക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഭാര്യയ്ക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിലും സദാചാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല വിവാഹം നിലനിൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അവൾ. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യത്തെയും വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു ടൈപ്പാണ് എൻ്റെ ഭാര്യ. പിന്നെ അത്യാവശ്യം ഈ കാര്യത്തിലൊക്കെ അയഞ്ഞ സമീപനവുമാണ്. അതുകൊണ്ട് എനിക്ക് പിന്നീട് പ്രശ്നമൊന്നും തോന്നിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു കാര്യം നടന്നു. അതായത് ഈ ഒരു 3 മാസത്തിന് മുമ്പാണ് ആ സംഭവങ്ങൾ. അമ്മായിപ്പൻ പെട്ടെന്നൊരു ദിവസം തിരിച്ചു വന്നു. അമ്മായിമ്മ ജന്മം ചെയ്താൽ വീടിനകത്തേക്ക് കയറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തോ പ്രശ്നമുണ്ടായി. അമ്മായിച്ചൻ താമസിക്കുന്ന ആ സ്ത്രീയുടെ പഴയ ഭർത്താവ് വരികയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായി. നാട്ടുകാർ ശരിക്കും ഒന്ന് പെരുമാറി എന്നാണ് കേട്ടത്. അവിടെ നിൽക്കാൻ കുറേ കാലമായിട്ട് പ്രശ്നങ്ങളായിരുന്നു പോലും. എന്തായാലും അവിടുന്ന് ട്രാൻസ്ഫർ ഒപ്പിച്ചു, ആരുടെ കാല് പിടിച്ച്. അങ്ങനെ തിരിച്ചു വന്നതാണ്. അമ്മായിമ്മ സമ്മതിച്ചില്ല. എങ്കിലും ഞാൻ അമ്മയോട് ചേർന്ന് നിന്ന് പറഞ്ഞു, സാരമില്ല അമ്മേ, ഒരു പാഠം പഠിച്ചിട്ട് വരുന്നതല്ലേ അമ്മ, ഇതൊക്കെ സഹിക്ക്. ഇത്രയും പ്രായമായില്ലേ, അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, റിട്ടയർ ചെയ്യാൻ ഇത്ര നാളേ ഉള്ളൂ. ആനുകൂല്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരാൻ പോകുന്നുണ്ട്, നല്ല പെൻഷനുമുണ്ട്. അമ്മയ്ക്ക് രസിച്ച് ജീവിച്ചുകൂടെ? ഇനിയിപ്പോൾ പണ്ടത്തെക്കാൾ കൂടുതൽ അച്ഛൻ അമ്മയെ അനുസരിക്കും. അതുകൊണ്ട് അമ്മ സൂക്ഷിച്ചു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ 1/2 മണിക്കൂർ ഉപദേശിച്ചു. അപ്പോഴാണ് അമ്മായിമ്മ ഒന്ന് അടങ്ങിയത്. എൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ ഞാൻ അയാളെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അതൊന്നും അമ്മ സമ്മതിക്കണ്ട, അച്ഛൻ വേറെ റൂമിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് നല്ല ഐഡിയയാണ്, ഇനി അയാൾ വേറെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മുഖാമുഖം സംസാരിക്കാതെയാണ് അച്ഛനെ ഞാൻ വീട്ടിലേക്ക് കയറ്റിയത്. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയുടെ രാജവാഴ്ചയായിരുന്നു. അവിടെ എല്ലാം ഉണ്ടാക്കി വെക്കും, പക്ഷേ അച്ഛൻ വിളമ്പി കഴിച്ചോണം. 2 പേരും തമ്മിൽ വലിയ സംഭാഷണങ്ങളൊന്നുമില്ല. അവർ ഉള്ളപ്പോൾ അവാർഡ് പടം പോലെ. ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. എന്നോട് അമ്മായിയമ്മ എപ്പോഴും പറയും, മോനെ നീ ഉള്ളതാണ് എനിക്കൊരാശ്വാസം. ഇങ്ങനെയായി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വൈഫ് നേരത്തെ പണം അയച്ചിട്ടുണ്ടായിരുന്നു. ഈ വീടെല്ലാം ഒന്നുകൂടി പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി കരാറെല്ലാം പറഞ്ഞുറപ്പിച്ചിരുന്നു. അവരെ ഈ ദിവസമാണ് വരാമെന്ന് പറഞ്ഞത്. 5 പേരുണ്ട്. ഒരാഴ്ചത്തെ പണി കൊണ്ട് തീരും. എന്തായാലും അവർ വന്നു തുടങ്ങി. മാഡം, അതിൽ എല്ലാവരും ചെറുപ്പക്കാരാണ്, 35 വയസ്സിന് താഴെയാണ്. അമ്മായിമ്മ ഓടി നടന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. എന്തായാലും പുള്ളിക്കാരിക്ക് കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മാറിക്കിട്ടിയ പോലെ തോന്നി. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പുറകെയായി. അങ്ങനെ ഞാൻ സന്തോഷിച്ചു. പക്ഷേ ഈ പെയിൻറ് പണി തീർന്നു കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങളാണ് അമ്മായിമ്മയിലുണ്ടായത്. 24 മണിക്കൂറും അമ്മ ഫോണിലായി. ആരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, പാചകം ചെയ്യുമ്പോൾ സംസാരിക്കുന്നു. അങ്ങനെയായി. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അമ്മ ആരോടാ സംസാരിക്കുന്നതെന്ന്. എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു. ഇത്രയും നാളുമില്ലാതെ ആരാ ഇങ്ങനെ തുടർച്ചയായി സംസാരിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ സ്വതവേയുള്ള ഭാവം വിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ എനിക്ക് സ്വന്തമായി ആരോട് സംസാരിക്കാൻ പറ്റില്ലേ? എനിക്ക് ഒരു സുഖവും പാടില്ലേ? ചിലപ്പോൾ ഈ ഫോണിൽ എൻ്റെ കാമുകനായിരിക്കും. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, അമ്മയ്ക്കൊരു കാമുകനുണ്ടാകുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പയുടെ മുഖം ഒന്ന് തണുത്തു. പക്ഷേ അച്ഛനത് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അച്ഛൻ ചാടി വന്നു. ഇവളുടെ കാമുകൻ തന്നെയാണ്. ഇതാരാണെന്ന് എനിക്കറിയാം. ഇവിടെ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു ചെക്കനില്ലേ, വെളുത്ത് മെലിഞ്ഞ നല്ലൊരു സുന്ദരം പയ്യൻ. അവനെ കണ്ടപ്പം മുതൽ അവൻ്റെ പുറകെയാണ്. ഞാൻ
പറഞ്ഞച്ചാ അവരൊക്കെ പോയിട്ട് കുറേ ദിവസമായില്ലേ? കുറേ ദിവസമായി. അതാണ് പ്രശ്നം. അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. ഇപ്പോൾ ആ ചെക്കനുമായി പ്രേമമാണ്. ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇവളോർത്തു ഇവൾ ആരും അറിയാതെ കാണിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യരും അറിയില്ലെന്ന്. പക്ഷേ ഞാനിതറിഞ്ഞു. അപ്പോഴേക്കും അമ്മ പൊട്ടിത്തെറിച്ചു. ആണെങ്കിൽ എൻ്റെ മിടുക്കാണ്. പെയിൻറ്റ് പണിക്കാരനാണോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനാണോ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്നെ ഇഷ്ടമുള്ളവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. അത് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ എത്രയോ വർഷം എന്നെ പറ്റിച്ചു. എന്നിട്ട് ചെറുപ്പക്കാരെ ഒരു പെണ്ണിൻ്റെ കൂടെ അവിടെ ഉല്ലസിച്ച് കഴിയുകയായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ നടന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടമാണ്. എന്നെ ഭരിക്കാൻ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ പെയിൻറ്റ് പണിക്ക് വന്ന ആ സുന്ദരൻ ചെക്കൻ എന്നെ സ്നേഹിച്ചാൽ എനിക്കെന്താ സ്നേഹിച്ചാൽ കുഴപ്പം? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അമ്മായിച്ചൻ എന്നോട് ഓരോ കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛനിതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അമ്മ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണെന്നാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല. ആ ചെക്കൻ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അവന് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാനെന്തിനാണ് കളവന്മാരെ നോക്കിയിരിക്കുന്നത്? എനിക്ക് അതിൻ്റെ യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും രണ്ടുപേരും കൂടെ 2 മണിക്കൂർ അവിടെ പൂരം വഴക്കായിരുന്നു. ഞാൻ വൈഫിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അവൾ പറഞ്ഞു ആ അമ്മയ്ക്കും തിരിച്ചൊരു പ്രതികാരം കാണുമായിരിക്കും. ഇനിയിപ്പോൾ യഥാർത്ഥമാണോ കാര്യമാണോ എന്നറിയില്ല. അമ്മ ഒരു തൻ്റെടിയും അതേപോലെ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നവളുമാണെന്ന് ചേട്ടൻ അറിയില്ലേ? ചേട്ടൻ ഇതിനിടെ കിടന്ന് ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. ജസ്റ്റ് കണ്ടു നിൽക്കുക, അത്രയേ ഉള്ളൂ. അവിടെ ഇപ്പോൾ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അമ്മ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ പുറത്തറിഞ്ഞ് നാണക്കേടുണ്ടാകരുത്. അത് മാത്രം ചേട്ടൻ നോക്കിയാൽ മതി. വേറെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ കണ്ടില്ല കേട്ടില്ല എന്നടിക്കുക. നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ലോകത്ത് ജീവിക്കാം. അവർ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അമ്മായിപ്പൻ ഒരു വടിയിൽ കുത്തിപ്പിടിച്ച് ജോക്കിയുമായിട്ട് വന്നു. മുറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് നിൻ്റെയാണോ പഴയത് വല്ലതും ആണോ എന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നുമല്ല, ഇത് കണ്ടിട്ട് പഴയതാണെന്ന് തോന്നുന്നില്ലല്ലോ, അച്ഛൻ്റെ ആണെന്ന് ചോദിച്ചു. എൻ്റെ അല്ല നിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അച്ഛനിത് എവിടെ നിന്ന് കിട്ടി? അത് പുറത്തെ ബാത്റൂമിൻ്റെ എയർ ഹോളിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് കിടന്നതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇവൾക്കറിയാം എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു. എന്നിട്ട് എടി നീ ഫോണിൽ സൊല്ലുന്ന ആ ചെക്കൻ്റെ അല്ലേടി ഇത്? നിങ്ങൾ 2 പേരും കൂടെ രാത്രി അവിടെയാണോ സന്ധിക്കുന്നത് എന്ന് ചോദിച്ചു. ആദ്യം അമ്മ എതിർത്ത് പറഞ്ഞു അല്ല ഇത് ആ ചെക്കൻ്റെ തന്നെയാണ്. നീ രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങി പോകുന്നുണ്ട്, അവൻ പുറകുവശത്തൂടി വരുന്നുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അതെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, നന്ദിയുണ്ട്. ഇനിയിപ്പോൾ അവനോട് പുറകെ കൂടെ വരാൻ ഞാൻ പറയുന്നില്ല, നേരെ അകത്തേക്ക് വന്നോട്ടെ, ഇത് അവൻ്റെ തന്നെയാണ്, ഇങ്ങിതാ എന്ന് പറഞ്ഞ് അമ്മായിമ്മ അത് കയ്യിൽ വാങ്ങിച്ചു. പാവം അവൻ മറന്നു വെച്ചതാ, കള്ളൻ. എന്തായാലും നനച്ചിട്ടേക്കാം, ഇനി വരുമ്പോൾ അവന് കൊടുക്കാം എന്ന് പറഞ്ഞ് വീടിനകത്തേക്കും കയറിപ്പോയി. ഇവർ ആക്ട് ചെയ്യുകയാണോ അതോ യഥാർത്ഥത്തിൽ ഇതൊക്കെ നടന്നതാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയായി. ഭാര്യയോട് ഈ വിവരങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പണ്ടേ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രയും ബഹളം വെച്ചതെന്നും എതിർത്തതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മയാണ് ശരിക്കും അച്ഛനേക്കാൾ കൂടുതൽ ഇത്തരം പ്രവൃത്തികളിൽ അതീവ താല്പര്യമുള്ള ആൾ. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിങ്ങളുമായി എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമുണ്ടെങ്കിലും അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, അമ്മ അന്നേരം തനിച്ചു വേണം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് മാറാം, ഇഷ്ടമല്ലെങ്കിൽ എന്ന് പറഞ്ഞു. എന്നാലും നീ ഇതൊന്നും ആദ്യം എന്നോട് എന്താ പറയാതിരുന്നത്? അതിപ്പോൾ സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ മനുഷ്യ പറയുക എന്ന് ഭാര്യ പറഞ്ഞു. എന്തായാലും നീ ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞില്ലേ? ആ ഞാൻ തുറന്നു പറഞ്ഞു. ഇനി നിങ്ങൾ സൂക്ഷിച്ചോ, ചുമ്മാ അമ്മയുടെ സൈഡ് പിടിക്കാനും അച്ഛൻ്റെ സൈഡ് പിടിക്കാനും ഒന്നും പോകരുത്. നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. അവളുടെ നിർദ്ദേശം അനുസരിക്കാം എന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ ഇത്തിരി നേരത്തെ വന്നു മാഡം. അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അമ്മായിമ്മ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് എന്തോ പാചകം ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഫോണിൽ കൂടെ നല്ല സംസാരം നടക്കുന്നുണ്ട്. എടാ
നീ എപ്പോഴാണ് വരുന്നത്? അത്രയും ദൂരമൊന്നും പോയി നീ പെയിൻറ് പണി ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത്യാവശ്യ കാശ് ഞാൻ തരില്ലേ? ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം നീ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞല്ലേ? ഇതിങ്ങനെ ദൂരെ എന്തിനാ പണിയെടുക്കുന്നതും? അങ്ങനെയായി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഭംഗിയാകില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് അമ്മായിമ്മ പച്ചയ്ക്ക് പറയുകയാണ്. അവനും വേറെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നിനക്കറിയില്ലേ, അന്ന് തൊട്ട് എനിക്ക് നിന്നെ കാണുമ്പോഴാണ് ഇളക്കം. നീ വന്നാലേ കറക്റ്റ് ആകും. ഭർത്താവ് ഒരു കോന്തൻ, നിനക്കറിയാമല്ലോ. അങ്ങനെ വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നുമുള്ളൊരു സ്വഭാവമാണ്. എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. പിന്നെ മരുമകൻ. പക്ഷെ മോനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഓർത്തത് അവൻ വന്ന് കയറുന്നത് എനിക്കും ഗുണമാകുമെന്നാണ്. പക്ഷേ എൻ്റെ മോള് എന്നെ വാൺ ചെയ്തിട്ടാണ് പോയത്. എൻ്റെ ഭർത്താവിൻ്റെ മേൽ നിങ്ങൾക്ക് കണ്ണ് പെടരുതെന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ഞാൻ ആ പ്രവർത്തനം നിർത്തിവെച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട നിന്നേക്കാളൊക്കെ ഒത്തിരി സുന്ദരനാണ് എൻ്റെ മരുമകൻ. അതും കൂടി കണ്ടിട്ടാണ് അവനെ പണ്ട് തൊട്ടേ എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഞാനങ്ങ് നിർബന്ധിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നിർഭാഗ്യവശാൽ പെണ്ണ് എൻ്റെ തരികിടകളൊക്കെ പണ്ടേ കണ്ടുപിടിച്ചു. അതോടുകൂടി അവൾ എന്നോട് രഹസ്യമായി വാൺ ചെയ്തു. എൻ്റെ ഭർത്താവിനെ നോക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയോ ചെയ്തെന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളറിയും. എൻ്റെ ഭർത്താവിനെ മകനായി തന്നെ കണ്ടോണം എന്ന് പറഞ്ഞ് അവൾ വാൺ ചെയ്താൽ പോയത്. അതുകൊണ്ടല്ലേ മോനെ, വരണ്ടിരിക്കുന്ന എൻ്റെ സഹാറ മരുഭൂമിയിലേക്ക് പെയിൻ്റ് അടിക്കാൻ നീ വന്നപ്പോൾ നിന്നെ ഞാൻ ഓട്ടമിട്ടത്. അപ്പോൾ അവൻ എന്തെങ്കിലും ചോദിച്ചു കാണുമായിരിക്കും. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, നീ എന്നെ വിശ്വസിക്കടാ, അങ്ങനെയൊന്നുമില്ല. മരുമകനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പലപ്പോഴും പലതിനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്ന് കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിന്നേക്കാളൊക്കെ ബെറ്ററായിരിക്കും അവൻ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവനെ ജീൻസും ബർമുടയും പാൻറ്റും ഒക്കെ ഇടുമ്പോൾ ഞാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവനെന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. തിരിച്ച് പറയുകയാണ്, എന്താ കണ്ടതെന്നും എന്താ ശ്രദ്ധിച്ചതെന്നും ഞാൻ നിന്നോട് പറയില്ല. പറഞ്ഞാൽ നിനക്കും അസൂയായി പോകും. തൽക്കാലം ഇപ്പം അതൊന്നും നടക്കില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതെ നീ എൻ്റെ അടുത്ത് വരുന്നത് എന്താണെന്ന് പറ. നിനക്ക് എത്ര ദിവസം വരെയുണ്ട് ജോലി എന്നൊക്കെ പറയുന്നു. എന്തായാലും അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അമ്മായിമ്മ നമ്പർ 1 കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മറച്ചു പിടിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു വല്ലാത്ത അപസർപ്പക കഥയിലെ നായിക പോലെ ദുരൂഹതയുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ചെറുപ്പക്കാർ ഇഷ്ടമാകുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവരെ കണ്ടാൽ ഇപ്പോഴും സുന്ദരിയാണ്, വശ്യമായ സൗന്ദര്യവുമുണ്ട്. അവരുടെ മകളെക്കാൾ അവർക്കിപ്പോഴും സൗന്ദര്യം അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമുണ്ട്. ഒരു പക്ഷേ എൻ്റെ അടുത്തേക്ക് വന്ന് നല്ല രീതിയിൽ എന്നോട് അടുത്തിടപഴകിയാൽ ഞാൻ ചാഞ്ഞു പോകുമായിരിക്കും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. എന്തായാലും അന്ന് തൊട്ട് അമ്മയുടെ ആ സംസാരം കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിന് വല്ലാത്ത മാറ്റം വന്നു. തനിച്ചിരിക്കുന്ന ദിവസങ്ങളല്ലേ, തനിച്ചുറങ്ങുന്ന രാത്രികളുമാണ്. എന്തായാലും കൈകൾ മാത്രം പോരല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നാൻ തുടങ്ങി. പക്ഷേ അതും എനിക്കൊരു കൺഫ്യൂഷൻ. ഇനി അവൻ എല്ലാ ദിവസവും രാത്രി വരുന്നുണ്ടാകുമോ? ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജോലി അവിടുന്ന് കഴിഞ്ഞു കാണും. ഇന്നവൻ വരും എന്നൊക്കെ ഞാൻ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് രാത്രി ഉറക്കമില്ലാതായി. ഞാൻ ഇടയ്ക്ക് ഇറങ്ങി നോക്കും, അമ്മയുടെ മുകളിൽ വെട്ടമുണ്ടോ, അമ്മ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നൊക്കെ. പല ദിവസങ്ങളിൽ ഞാൻ അമ്മയെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ റൂമിൽ നിന്ന് പുറത്തു പോയതായി എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കള വാതിൽ തുറന്നിറങ്ങി. എന്നിട്ട് അമ്മയെ വിളിച്ചു, അമ്മ എവിടാന്ന്. അപ്പോഴേക്കും അമ്മ പെട്ടെന്ന് പറമ്പിൻ്റെ സൈഡിൽ നിന്നും ടോർച്ച് തെളിച്ച് മുറ്റത്തേക്ക് വന്നു. എന്നോട് ചോദിച്ചു, നീ എന്തിനാ പാദയാത്രയ്ക്ക് കിടന്ന് വിളിച്ചു കൂടുന്നത്? നാട്ടുകാരെന്ത് വിചാരിക്കും? അമ്മ എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ എനിക്കിഷ്ടമുള്ളിടത്ത് പോകും. നീ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? നിനക്ക് ഉറക്കമൊന്നുമില്ലെന്ന് ചോദിച്ചു. ഇത് പറ്റില്ല, ഇത് ഇവിടെ നടക്കുന്ന കാര്യമല്ല, ഇതെൻ്റെ വീടാണ്, നീ വലഞ്ഞു കയറി വന്നതാണ്, ഇതിവിടെ നടക്കുമെന്ന് അമ്മയമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല അമ്മ, ഇങ്ങോട്ട് കയറി വന്നേ. നാട്ടുകാരെ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ്? ഇവിടെ ഞാൻ അറിയാനാണ്, വീട്ടുകാർ നിങ്ങളല്ലേ. നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അവൻ പുറത്ത് വന്ന് നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, എങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അമ്മായിമ്മയെ പിടിച്ച് വലിച്ചു. എന്നിട്ട് അടുക്കള വാതിൽ അടച്ചു. അകത്ത് കയറിയിട്ട് പറഞ്ഞു, ഇന്ന് അവൻ പോയിക്കോട്ടെ, ഇന്ന് അമ്മയ്ക്ക് വയ്യാന്ന് പറ. നിനക്ക് എന്തിൻ്റെ കേടാണാ? നിനക്ക് നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ പോരെ? അല്ല,
എനിക്കങ്ങനെ നോക്കിയാൽ പോരാ, എനിക്ക് അമ്മയുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞു. അമ്മ ഉടനെ ഫോൺ എടുത്ത് ഇന്ന് ഇവിടെ സിറ്റുവേഷൻസ് അനുകൂലമല്ല മോനെ, നാളെ വാ എന്ന് പറഞ്ഞു. അവൻ പോയെന്ന് തോന്നുന്നു. എന്നിട്ട് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നീയായിട്ട് എൻ്റെ മോഹങ്ങളും ആശകളുമൊക്കെ തല്ലിക്കെടുത്താൻ വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ എല്ലാവരും എനിക്ക് എതിരാണ്. ഈ വീട് എൻ്റെ പേരിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ ഭർത്താവിന് പോലും ഇതിൽ അവകാശമില്ല. എന്തൊരു ശല്യമാണിത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഓരോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ ഇത് ശരിയാകില്ല. ആ ചെക്കൻ എവിടേക്കോ കറങ്ങി നടക്കുന്നൊരു പയ്യനാണ്. അവനുമായിട്ട് സ്ഥിരമായ ബന്ധം അമ്മയ്ക്ക് പറ്റില്ല. പിന്നെ ഞാനെന്ത് ചെയ്യണം? എൻ്റെ കാര്യങ്ങൾ നീ നോക്കുമോ? എങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, എനിക്കിപ്പോൾ അത്യാവശ്യം ആഗ്രഹങ്ങളും ഒക്കെയുള്ള സമയമാണ്. അവനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സ്റ്റവ് കത്തിച്ചു, പാത്രം ചൂടായി, ഉടനെ വന്ന അണച്ച സ്ഥിതിയാണ്. ഇത് നടക്കില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഇഷ്ടങ്ങളാണ് നടക്കേണ്ടത്. അതിന് നീ തടസ്സം നിൽക്കുന്നു. അപ്പോൾ ഇന്ന് നീ ആയിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഈ പ്രായത്തിൽ അതിന് പ്രായമൊന്നുമില്ല. നീ ഇനി എന്നെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. വാടാ ഇങ്ങോട്ട്. നീ എന്നെ പുറത്തുനിന്ന് ബലമായി പിടിച്ചു വലിച്ചു. അമ്മേ, കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കും. അങ്ങനെ കേൾക്കട്ടെ. അങ്ങനെ കേട്ടാൽ എനിക്ക് ഒരു ചുക്ക് ചുണ്ണാമ്പില്ല. വാടാ ഇങ്ങോട്ട്, വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ ഉറഞ്ഞു തുള്ളി. ഞാൻ ചില മാപ്പപേക്ഷകളൊക്കെ നടത്തിയെങ്കിലും പറ്റില്ല. ഇന്ന് ഒത്തിരി ഗ്യാപ്പിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ദിവസമാണ്. അത് നീ തല്ലിക്കെടുത്തി. അങ്ങനെയാണെങ്കിൽ നിനക്ക് കെടുത്തിയ തീ ആളി കത്തിക്കാനും പറ്റും. വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. മുന്നും പിന്നും നോക്കാതെയുള്ള അവരുടെ ഒരു പെരുമാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അത്രയും ആർജവത്തോടുകൂടി പെരുമാറുകയില്ല. അവർക്ക് വേറെ രീതിയിലുള്ള എന്താ പറയുക, നമ്മൾ കെട്ടുകഥകളിലൊക്കെ കേൾക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വഭാവമാണ്. വന്യമായ ഒരു മുഖഭാവവും വന്യമായ പ്രവൃത്തികളുമായി അവർ പെട്ടെന്ന് തന്നെ മാറി. വലിയൊരു ശക്തി സ്രോതസ്സായിരുന്നു അവരെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എനിക്ക് ഉള്ള പ്രതിഷേധങ്ങളൊക്കെ നൊടിയിടയിലാണ് അവർ മാറ്റിയെടുത്തത്. ഒരു പ്രശ്നവുമില്ലാതെ അവരെന്നെ കൊണ്ട് ആ തൊട്ട് വരെ അക്ഷരമാലകളെല്ലാം ചൊല്ലിപ്പഠിപ്പിച്ചു. എന്തായാലും AEIOയും പഠിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് വിജയശ്രീ ലാളിതനായി പുറത്തിറങ്ങാൻ അവർ ഒത്തിരി മെനക്കെട്ടുവെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വന്യതയുടെ കൂടാരമായിരുന്നു അവരെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം തൊട്ട് അവരെന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തു. പുറത്തേക്ക് എൻ്റെ മൊബൈലിൽ നിന്ന് ഒരു കോളും പോകുന്നില്ല. നീ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് എതിർത്ത് പറയാൻ ഒന്നും പറ്റിയില്ല. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നത് മാസത്തിലിപ്പോൾ 2 or 3 വട്ടമാണ്. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് നോ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അമ്മായിച്ചന് ഇതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷേ ഞാനായതുകൊണ്ടാകും ഒന്നും പറയുന്നില്ല. പുള്ളിയും പുള്ളിയുടെ ലോകത്താണെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം ഇവിടെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും മാനസികമായി ഒത്തിരി അറ്റാച്ച്ഡായി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ വിസയൊക്കെ ശരിയാകുകയാണെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വരുമോ എന്നുള്ള ചിന്ത ഞങ്ങളെ 2 പേരെയും അലട്ടുന്നുണ്ട്. പ്രേമിച്ച് വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ, വന്യതയുള്ള അമ്മായിമ്മ. സത്യം പറഞ്ഞാൽ വന്യതകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് നിസ്സംശയം പറയേണ്ടി വന്നു മാഡം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എൻ്റെ മനോനില മാഡം മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതങ്ങനെയാണല്ലോ. അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കൊള്ളാൻ തോന്നും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ഇത്തരം കാര്യങ്ങൾ കണ്ടു വളർന്ന ഒരു വീട്ടിലുള്ള പെൺകുട്ടിയായ നിങ്ങളുടെ ഭാര്യ വളരെ മാന്യമായി നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ പിണക്കി, അവരെ നിരാശപ്പെടുത്തി ഈ സ്വഭാവമുള്ള, അതും വിചിത്രമായ വന്യമായ സ്വഭാവമുള്ള അമ്മായിമ്മയുടെ പുറകെ വിശ്വസിച്ച് നടക്കുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാഹചര്യത്തിൽ പെട്ടുപോയി. പക്ഷേ നിങ്ങൾ വിദേശത്ത് പോകാനും ഭാര്യയോട് ഒന്നിച്ച് ജീവിക്കാനും കുടുംബജീവിതം തുടങ്ങാനുമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുവരണം. അല്ലാതെ ഇവരെ പോലെ സ്വഭാവമുള്ള ഒരാളെ കയറി സ്നേഹിക്കുകയോ അമിതമായി ആശ്രയിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാനേജ് ചെയ്തു പോകാം എന്ന് വെച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ബുദ്ധിയും അറിവും വിവേകവും ഒക്കെ ഈ കാര്യത്തിൽ ഉപയോഗിക്കണം. സ്വന്തം ഭാര്യയെ പിണക്കി ഇത്രയും അറ്റാച്ച്മെൻറ്റുകളും സെൻറ്റിമെൻറ്റ്സും ഒന്നും ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒന്നുകിൽ വളരെ പ്രാക്ടിക്കലായ നേരമ്പോക്കുകളായിട്ട് മാത്രം കരുതുക. അതായിരിക്കും നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ വിവാഹ ജീവിതത്തിനും നല്ലത്.